നമ്മുടെ കഥയിലെ നായകനെ നാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ 5 മണിയും തൂക്കി കൊല്ലും. അപ്പോൾ എല്ലാവരും കൂടെ ലാസ്റ്റ് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ പുള്ളിക്ക് അറിയാം ഇനി എനിക്ക് ചാൻസസ് ഇല്ലയെന്ന്. പിറ്റേന്ന് സെക്യൂരിറ്റി ഗാർഡ്സും പോലീസും എല്ലാവരും കൂടെ വന്ന് സെല്ലിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് പുള്ളിയെ കാണാനില്ല. അവിടെ ഒരു കമ്പികളൊന്നും തുറന്നിട്ടില്ല, പൂട്ടൊക്കെ അങ്ങനെയുണ്ട്, ചുമരൊന്നും തുറന്നിട്ടില്ല. ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ 2 ഡിറ്റക്റ്റീവ്സിനെ ഈ കേസിലോട്ട് കൊണ്ടുവരാൻ. ഇവർ വന്നിട്ട് ഈ നായകൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാൻ പോകും. ആ അന്വേഷണത്തിൽ ഇവർ കുറെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, അതായത് സയൻസ് ഫിക്ഷൻ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ കണ്ടുപോകണം. കാരണം കുറച്ച് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത് ആ സിനിമ. അപ്പോൾ 2024 തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ ആരംഭം എന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ദേജാവെന്നുള്ള കോൺസെപ്റ്റ് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു വേറൊരു പരിപാടിയാണ് പിടിക്കുന്നതെന്ന്. കാരണം കണ്ടു നോക്കണം. പക്ഷേ ഇതിലെ നായകനും നായികയൊന്നും നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന സിനിമകളിൽ കൂട്ടത്തിൽ ഇതും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയെ എടുത്തു പറയുന്നത്. അപ്പോൾ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. പിന്നെ ഇത് ഇടയ്ക്ക് നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു സയൻസ് ഫിക്ഷൻ സിനിമയെ കുറിച്ച് പറയുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ തിരഞ്ഞെടുത്ത് പറഞ്ഞത്. കാരണം ഇത് തമിഴ് ഡബിലും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സിനിമയുടെ പേര് ആരംഭം. ഇതുപോലത്തെ മൂവി സജഷൻസിനും മൂവി റിവ്യൂസിനും മൂവി അപ്ഡേറ്റ്സിനുണ്ട് നമ്മളെ കാലിക്കേഷൻ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഓക്കെ, ബൈ.